CPO റാങ്ക് ഹോൾഡേഴ്സും ആശാ വർക്കർമാരും സെക്രട്ടേറിയറ്റിന്റെ പട്ടിക്കൽ നിലത്ത് തെരുവ് നായ്ക്കൾക്ക് സമമായി കിടന്ന് സമരം ചെയ്യുകയാണ്. ഒരു കാര്യവുമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞ്, നിങ്ങൾ അവിടെ ആത്മഹത്യ ചെയ്ത്, നിങ്ങൾ മുടി മുറിച്ച്, നിങ്ങൾ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ച്, നിങ്ങൾ എന്ത് സമരം നടത്തിയാലും കുറെ ചാനലുകാർക്ക് ഒരു വിഷ്വൽസിന് വേണ്ടി മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും നേടാൻ പറ്റത്തില്ല. നിങ്ങൾ അവിടെ കിടന്ന് മുടിയത്തേ ഉള്ളൂ. നിങ്ങൾ ഈ സമരം നടത്തി നിങ്ങൾ വീട്ടിൽ പോകും. നിങ്ങൾ എന്തിന് കിടക്കുന്നതാ? നിങ്ങൾ സമരം നടത്തി വീട്ടിൽ പോകും. ആരുടെ വീട്ടില്ല? നിങ്ങളെ വീട്ടിൽ പോകാനല്ല ഞാൻ പറഞ്ഞേ. ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത് തിരിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഓരോ മന്ത്രിമാരുടെയും വീടിന്റെ വാതിൽക്കൽ, വീടിന്റെ പടിക്കൽ ഷെഡ് കെട്ടി നിങ്ങൾ സമരം നടത്തി. നിങ്ങൾ ഈ സമരം വിജയിക്കും. നിങ്ങൾ അവിടെ പോയി തെരുവിൽ പോയി ചുമ്മാ ഒരു പട്ടിയെ പോലെ അവിടെ കിടന്നുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകത്തില്ല. മഴയും നനഞ്ഞ് വെയിലും കൊണ്ട് നിങ്ങൾ അവിടെ കിടന്ന നിങ്ങൾക്ക് മാത്രമേ പോകത്തുള്ളൂ. നിങ്ങൾ മുടി വെട്ടിയാലും ശരി, നിങ്ങൾ അവിടെ കഞ്ഞി വെച്ചാലും ശരി, കയ്യിൽ കർപ്പൂരം കത്തിച്ചാലും ശരി, നിങ്ങൾ രക്ഷപ്പെടത്തില്ല, നശിച്ചു പോകത്തേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ ആ ജില്ലയിലുള്ള മന്ത്രിമാരുടെ വീടിന്റെ പടിക്കൽ നിങ്ങൾ പന്തൽ കെട്ടി അവിടെ സമരം ചെയ്യുക. അതിലുള്ള ആർജവം നിങ്ങൾ കാണിക്കുക, ധൈര്യപൂർവ്വം സമരം ചെയ്യുക. നിങ്ങൾക്ക് ജനകീയ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ അവിടെ സമരം ചെയ്യും. അങ്ങനെ സമരം ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ സമരം ജയിക്കും. നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭയപ്പെടാതെ മുൻപോട്ട് നടക്കുക. അതാണ് സമരം ചെയ്യേണ്ടത്. സ്വന്തം വീടിന്റെ വാതിൽക്കൽ ആൾക്കാർ വന്ന് സമരം ചെയ്യുമ്പോൾ ഏത് മന്ത്രിക്കാ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കി. ധൈര്യപൂർവ്വം സമരം ചെയ്യും. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, അവർക്ക് വേണ്ടി ഈ വീഡിയോ നിർബന്ധമായി ഷെയർ ചെയ്യണം. നമ്മുടെ വാർഡിലെ, നമ്മുടെ ബൂത്തിലെ ആശാ വർക്കർമാരെ, അവർക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. താങ്ക്